മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഗലാത്യക്കാർക്കുള്ള ലേഖനം 6-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. ലെറ്റർ ടു ഗലേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 15. ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. കുറുക്കനും കൊക്കും ചങ്ങാതികളായിരുന്നു. ഒരിക്കൽ സംഭാഷണത്തിനിടയിൽ കുറുക്കൻ തന്റെ വീട്ടിലേക്ക് കൊക്കിനെ ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ച് കൊക്ക് കുറുക്കന്റെ വീട്ടിലെത്തി. കുറുക്കന്റെ ഭാര്യയെയും മക്കളെയും എല്ലാം പരിചയപ്പെട്ടു. ഒടുവിൽ ഭക്ഷണം കഴിക്കുന്ന നേരമായി. രുചികരമായ സൂപ്പ് കുറുക്കന്റെ പത്നി അതിഥിക്ക് വേണ്ടി ഉണ്ടാക്കി. അതിന്റെ മണം ഉയർന്നപ്പോൾ മുതൽ കുറുക്കച്ചാർ ആഹ്ലാദഭരിതനായി. അതോ ഒറ്റയ്ക്ക് കഴിക്കണം എന്ന ആർത്തി അവന്റെ മനസ്സിൽ നിറഞ്ഞു. എങ്കിലും അതിഥിയെ പിണക്കാൻ വയ്യല്ലോ. സൂത്രശാലിയായ കുറുക്കൻ അതിന് ഏറ്റവും നല്ല മാർഗം കണ്ടുപിടിച്ചു. കൊക്കിന് ഭക്ഷണം കൊടുത്ത പാത്രം പരന്നതായിരുന്നു. നീണ്ട കഴുത്തും കൂർത്ത ചുണ്ടുമുള്ള പാവം കൊക്ക് എങ്ങനെ അത് കുടിക്കും? അതിഥി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ കുറുക്കൻ വിവരം അന്വേഷിച്ചു. നല്ല സുഖമില്ല. കൊക്ക് കുറുക്കന്റെ ആചാര്യമര്യാദ മനസ്സിലായതുകൊണ്ട് പറഞ്ഞു, ഓ, എങ്കിൽ ഇന്ന് തന്നെ വൈദ്യനെ കാണണം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. നിങ്ങളെയൊക്കെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. അടുത്ത ബുധനാഴ്ച കുറുക്കച്ചാർ എന്റെ വീട്ടിൽ വരണം. ഞാൻ കാത്തിരിക്കും. കൊക്ക് യാത്ര പറഞ്ഞിറങ്ങി. അപ്പോൾ തന്നെ കുറുക്കൻ സൂപ്പ് കാലിയാക്കി. അടുത്ത ബുധനാഴ്ച പറഞ്ഞ സമയത്ത് തന്നെ കുറുക്കൻ കൊക്കിന്റെ വീട്ടിലെത്തി. കൊക്കിന്റെ പ്രായമായ അമ്മയെയും സഹോദരങ്ങളെയും എല്ലാം പരിചയപ്പെട്ടു. ഭക്ഷണത്തിനുള്ള സമയമായി. കൊക്ക് നീണ്ടു കുഴിഞ്ഞിരിക്കുന്ന ഒരു പാത്രത്തിൽ കുറുക്കനുള്ള സൂപ്പ് വിളമ്പി. കുറുക്കച്ചാർ എങ്ങനെ അതിനുള്ളിൽ തലയിട്ട് കഴിക്കും? എന്താ ചങ്ങാതി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? കൊക്ക് അന്വേഷിച്ചു. നല്ല സുഖമില്ല, കുറുക്കൻ പറഞ്ഞു. ഓ, എങ്കിൽ ഇന്ന് തന്നെ വൈദ്യനെ കാണണം. മുമ്പ് കുറുക്കൻ പറഞ്ഞ അതേ വാക്കുകൾ കൊക്കും ആവർത്തിച്ചു. തോൽക്കാതിരിക്കാനുള്ള എളുപ്പമാർഗം വിജയിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഒരു പുതിയ സൃഷ്ടിയാവുക, അതാണ് പ്രധാനപ്പെട്ടത്. ഇങ്ങനെയുള്ള കുതന്ത്രങ്ങളും ഒന്നുമല്ല മനുഷ്യനെ നയിക്കേണ്ടത്. നവീകരിക്കപ്പെട്ട വ്യക്തിയായി മാറുക. അതിനായി നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.